ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ യൂണിറ്റ് 1 ബോൺസ് ഓഫ് ലൈഫിലെ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന ചാപ്റ്ററാണ് നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ കുറച്ച് സമയം നിങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് ഓർ വാസ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി വിത്ത് ദം? അവരുടെ കൂടെ എന്ത് ആക്ടിവിറ്റി ചെയ്യാനാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? ലെറ്റ്സ് ജോയിൻ എ ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് മദർ ഓൺ ദെയർ ജേണി. ഒരു ഗ്രാൻഡ് സണ്ണിൻ്റെയും ഒരു ഗ്രാൻഡ് മദറിൻ്റെയും കൂടെ നമ്മൾക്കും യാത്ര പോകാം. ആൻഡ് എക്സ്പ്ലോർ ദി ബ്യൂട്ടി ഓഫ് ദ ലാൻഡ്സ്കേപ്പ്. ഭൂമിയുടെ ഈ പ്രകൃതിയുടെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാം. ആൻഡ് ദ വാംത്ത് ഓഫ് ദെയർ റിലേഷൻഷിപ്പ്. അവരുടെ ബന്ധത്തിൻ്റെ, ഈ ഗ്രാൻഡ്മയുടെയും ഗ്രാൻഡ് സണ്ണിൻ്റെയും ബന്ധത്തിൻ്റെ ഊഷ്മളതയും നമുക്ക് നോക്കാം. എങ്ങനെയാണ് അവരുടെ റിലേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അനുഭവിച്ചറിയാം. സ്റ്റോറിയിലേക്ക് കടക്കാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. മുത്തശ്ശിയോടൊപ്പമുള്ള നീണ്ട ഒരു നടത്തം. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റന്റ് റോർ ഓഫ് ദ റിവർ. അങ്ങ് ദൂരെയുള്ള നദിയിൽ നിന്നുമുള്ള ശബ്ദം ഗ്രാനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. റോർ ഓഫ് ദ റിവർ എന്ന് പറഞ്ഞാൽ ആർത്തലച്ച് ഒഴുകുന്ന നദിയുടെ ശബ്ദം. ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ്. പൈൻ മരങ്ങളുടെ ഇലകളെ പൈൻ നീഡിൽസ് എന്ന് വിളിക്കുന്നത് ആ ഇലകൾ കൂർത്ത നീഡിൽ പോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ പൈൻ മരങ്ങൾ എങ്ങനെ കാറ്റ് തിളകുമ്പോൾ അതിൻ്റെ ഇലകളിൽ നിന്നുള്ള ആ ഒരു സ്മെല്ല് അതിങ്ങനെ പ്രകൃതിയിലേക്ക് വമിക്കും. അപ്പോൾ ആ സ്മെല്ലും മുത്തശ്ശിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ് സൺ മണി. ഗ്രാൻഡ് സണ്ണിൻ്റെ പേരെന്താണ്? മണി എന്നാണ്. മണിയുടെ പ്രസൻസും മണിയുടെ സാന്നിധ്യവും അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഷീ കുഡൻ സീ ദ റിവർ ഓർ ദ ട്രീസ്. പക്ഷെ അവൾക്ക് ട്രീസോ അല്ലെങ്കിൽ റിവറോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ. അവൾക്ക് ആകെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണിയുടെ ഫസി ഹെയറും മണിയുടെ പരുക്കനായ ചുരുണ്ട തലമുടിയും. ആൻഡ് സംടൈംസ് ഈസ് ബ്ലാക്ക്ബെറി ഐസ്. അവൻ്റെ ബ്ലാക്ക്ബെറി പോലെ ഇരിക്കുന്ന കണ്ണുകളും. ബ്ലാക്ക്ബെറി പോലെ ഇരിക്കുന്ന കണ്ണുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇരുണ്ട് കറുത്ത, നല്ല കൃഷ്ണമണിയൊക്കെ കറുത്തിരിക്കുന്ന കണ്ണുകളും. ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്. അവൻ ചിരിക്കുമ്പോൾ തിളങ്ങുന്ന അവൻ്റെ പല്ലുകളും. ഇതൊക്കെയാണ് അവൾക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. മേക്ക് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. ഗ്രാനി പഴയ ഒരു കണ്ണടയായിരുന്നു ധരിച്ചിരുന്നത്. ഷീ ഹാഡ് ബീൻ വെയറിംഗ് ദം ഫോർ വെൽ ഓവർ 10 years. ഏകദേശം 10 വർഷത്തിന് മേലെയായി അവൾ ആ കണ്ണട വയ്ക്കാൻ തുടങ്ങിയിട്ട്. ഹർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റെഡ്ലി വീക്കർ. നിങ്ങളുടെ ഇടയിലും കണ്ണട വെക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? അവരോട് ചോദിച്ചാൽ അറിയാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചെക്ക് ചെയ്യണം. പവർ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗ്രാനി ഒരു 10 വർഷത്തിന് മേലെയായി കണ്ണ് ചെക്ക് ചെയ്തിട്ടും കണ്ണട മാറ്റിയിട്ടും. ആൻഡ് ദ ഗ്ലാസസ് വെർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. ആൻഡ് വാട്ട് അബൌട്ട് ദ ഗ്ലാസസ്? ഗ്ലാസസിൻ്റെ അവസ്ഥ എന്താ? അത് സ്ക്രാച്ചസും സ്പോട്ട്സും ഒക്കെ വീണിട്ടുണ്ടല്ലേ. സ്ക്രാച്ചസ് എന്ന് പറഞ്ഞാൽ പോറലുകളൊക്കെ വീണിട്ടുണ്ട്. സോ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ അവൾക്ക് ആ കണ്ണടയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. Mani and his father felt that it was high time Granny had her eyes tested and got herself new glasses. മണിക്കും മണിയുടെ അച്ഛനും മനസ്സിലായ കാര്യമാണ് ഗ്രാനിക്ക് പുതിയ കണ്ണട വാങ്ങാൻ സമയമായി, കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്ത് പുതിയ കണ്ണട വാങ്ങാൻ സമയമായി എന്നുള്ളത് അവൻ്റെ അച്ഛനും അവനും മനസ്സിലായായിരുന്നു. വെൽ യു നോ വി കാൺ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയും, നമുക്ക് നമ്മളുടെ വില്ലേജിൽ അതൊന്നും കിട്ടുകയില്ല, നമുക്ക് സിറ്റിയിൽ പോയി വാങ്ങേണ്ടി വരും, ഇവിടെ അതൊന്നും കിട്ടുകയില്ല എന്ന് ഗ്രാനി പറയും. മണി സെഡ് യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മുസൂറി. മുസൂറി എന്നോ മസൂറി എന്നോ വായിക്കാം കേട്ടോ. ദാറ്റ്സ് ദ നിയറസ്റ്റ് ടൗൺ. നമുക്ക് അടുത്തുള്ള ടൗൺ മസൂറിയാണ്. അവിടെ പോയിട്ട് നമുക്ക് ഐ ഹോസ്പിറ്റലിൽ പോകാം, അവിടെ കണ്ണ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ണട പുതിയത് വാങ്ങാം എന്ന് മണി പറഞ്ഞു. ബട്ട് ദാറ്റ്സ് എ 2-day ജേർണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി അതിനെ എതിർത്തു. കാരണം എന്താ? 2 ദിവസത്തെ യാത്രയുണ്ട് എന്ന് പറഞ്ഞു. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. ഗ്രാനി ഇങ്ങനെ മുടന്ത ന്യായങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഡിഡ് നോട്ട് വോണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. കാരണം എന്താ? മണിയെ വേർപിരിഞ്ഞ് താമസിക്കാൻ ഗ്രാനിക്ക് ഇഷ്ടമല്ല. ഒരു നിമിഷം പോലും മണീൻ്റെ ഒപ്പം അല്ലാതെ ജീവിക്കാൻ ഇഷ്ടമല്ല. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് കേപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. മണിക്ക് 11 വയസ്സായി. ഏകദേശം അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് ചെയ്യാൻ ഉള്ള കഴിവുണ്ട്. ബട്ട് ഗ്രാനി ഹാഡ് ബ്രോട്ട് ഹിം അപ്പ് ever since his mother had died when he was only a year old. മണിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് മണിയുടെ അമ്മ
മരിച്ചുപോയത്. സോ ഗ്രാനി ആയിരുന്നു മണിയെ ബ്രോട്ടപ്പ് ചെയ്തത്, വളർത്തിക്കൊണ്ട് വന്നത്. ഷീ വാസ് ഹിസ് നാനി. അപ്പം ഈ ഗ്രാൻഡ്മ ആരാണ്? നാനിയാണ്. ഹിന്ദിയിൽ നാനി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ, മെറ്റേണൽ ഗ്രാൻഡ് മദർ, അമ്മയുടെ അമ്മയാണ് നാനി. ആൻഡ് ഹാഡ് കെയർഡ് ഫോർ ബോയ് ആൻഡ് ഫാദർ. അച്ഛനെയും മോനെയും അച്ഛനെയും മണിയെയും നോക്കിയതൊക്കെ ഈ ഗ്രാൻഡ്മയാണ്. ആൻഡ് ദ കൗസ് ആൻഡ് ഹെൻസ് ഇൻ ദ ഹൗസ് ഹോൾഡ് വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ. ഒപ്പം വീട്ടിലുണ്ടായിരുന്ന പശുക്കളെയും കോഴികളെയും ഒക്കെ നല്ല ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഗ്രാനിയാണ് വളർത്തിക്കൊണ്ട് വന്നത്. ഐ ക്യാൻ മാനേജ് ക്വയറ്റ് വെൽ ഷീ സെഡ്. അപ്പം ഗ്രാനി പറയാണ്, മസൂറിയിൽ പോയിട്ട് കണ്ണ് കാണിക്കുന്ന കാര്യം പറഞ്ഞു വന്നപ്പം പറഞ്ഞ എക്സ്ക്യൂസസ് ഒക്കെയാണിത്. എനിക്ക് പോകാൻ പറ്റില്ല, 2 ദിവസത്തെ യാത്രയുണ്ട് എന്നൊക്കെ ഇങ്ങനെ എക്സ്ക്യൂസസ് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഐ ക്യാൻ മാനേജ് ക്വയറ്റ് വെൽ, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറയണേ. നൗ ലിസൺ സെഡ് മണീസ് ഫാദർ സ്റ്റേൺലി. അപ്പം മണിയുടെ അച്ഛൻ കർക്കശമായിട്ട് ഇങ്ങനെ പറഞ്ഞു. സ്റ്റേൺലി എന്ന് പറഞ്ഞാൽ കർക്കശമായി പറഞ്ഞു. നൗ ലിസൺ, കേക്ക്. വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ. ഞങ്ങൾ നിന്നെ, അമ്മയെ, ഗ്രാൻഡ്മേനെ തന്നെയല്ല വിടുന്നത്. ഐ വിൽ ടേക്ക് യു ടു മസൂറി. ഞാൻ നിന്നെ മസൂറിയിലേക്ക് കൊണ്ടുപോകാം. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. അപ്പോൾ ഗ്രാൻഡ്മയ്ക്ക് ആകെ പേടിയായി, ദേഷ്യം വന്നു. മണീനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവാനോ, അവനിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാനോ? ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? നിനക്ക് എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ തന്നെ തോന്നി എന്ന് ഗ്രാൻഡ്മ മണിയുടെ അച്ഛനോട് ചോദിക്കുവാണ്. ദെൻ ഐ വിൽ ടേക്ക് യു ടു മസൂറി സെഡ് മണി ഈഗർലി. മണി ആവേശത്തോടു കൂടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ മസൂറിയിലേക്ക് കൊണ്ടുപോകാം. ഐ ഹാവ് ബീൻ ടു മസൂറി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ മസൂറിയിൽ ഒരിക്കൽ പോയിട്ടുണ്ട്. ഐ നോ വേർ വി ക്യാൻ സ്റ്റേ. എനിക്കറിയാം എവിടെ താമസിക്കണം എന്നുള്ളതൊക്കെ എനിക്കറിയാം. ബട്ട് he paused a moment and looked doubtfully from his father to his grandmother. അപ്പോൾ അവൻ്റെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് അവൻ നിർത്തിയിട്ട് പക്ഷേ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ അമ്മേനെ നോക്കി, ഗ്രാൻഡ്മേനെ നോക്കി. യു വുഡൻ ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ടു 9 വുഡ് യു ഗ്രാനി? അപ്പം 9 എന്ന് പറഞ്ഞാൽ വില്ലേജിലേക്ക് എത്തിപ്പെടണം ഇവർക്ക് ബസ് കിട്ടണമെങ്കിൽ. അപ്പോൾ അവിടം വരെ നടക്കാൻ ഗ്രാൻഡ്മയ്ക്ക് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് നമ്മളുടെ മണി. 9 എത്തിച്ചേർന്നാലേ മസൂറിയിലേക്കുള്ള ബസ് കിട്ടുള്ളൂ. ആ ബസ് പോകുന്ന വഴിയാണ് 9. അവിടെ വരെ നടന്നെത്തണം. അപ്പം ഇറ്റ് ഈസ് ടു ലോങ്. അപ്പോൾ ഗ്രാൻഡ്മേനോട് ചോദിക്കുകയാണ്, ക്യാൻ യു വാക്ക്? അത്രയും ദൂരം നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറഞ്ഞു, തീർച്ചയായും എനിക്ക് നടക്കാൻ പറ്റും. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ്. ഞാൻ ഇങ്ങനെ ബ്ലൈൻഡായി മാറുമായിരിക്കാം, അതായത് എൻ്റെ കണ്ണൊന്നും കാണുന്നില്ലായിരിക്കാം. ബട്ട് ദർ ഈസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്. എൻ്റെ കാലുകൾക്കൊരു കുഴപ്പമില്ല. ഐ ക്യാൻ വാക്ക്. ബട്ട് യു ആർ 70 ഗ്രാനി. അപ്പം മണി പറയാണ്, ഗ്രാനി നിങ്ങൾക്ക് 70 ഇയേഴ്സായി, 70 വയസ്സായി. വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത് ഇറ്റ്? അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കുകയാണ് ഗ്രാനി. ആൻഡ് ബിസൈഡ്സ് ഇറ്റ്സ് ഡൗൺ ഹിൽ ടു 9 ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്. അപ്പം താഴേക്ക് ഇറക്കപ്പുറമാണ് 9ലേക്ക് പോകുന്ന വഴി. ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്, മേലേക്ക് കയറാനും കുഴപ്പമൊന്നുമില്ല. അപ്പ് ഹിൽ ഈസ് ഈസിയർ സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയാണ്, മേലേക്ക് കയറാനും പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണ്. നൗ ദറ്റ് ഷീ ന്യൂ മണി മൈറ്റ് ബി അക്കമ്പനിയിങ് ഹർ. ഇപ്പം ഗ്രാനിക്ക് പോകാൻ ഇഷ്ടമായി അല്ലേ? കാരണം എന്താ, മണിയാണ് കൂടെ പോകുന്നത് എന്നുള്ളത് മനസ്സിലായി അവൾക്ക്. അതുകൊണ്ട് മണിയുടെ കൂടെ എപ്പോഴും ഇരിക്കണം, അവൻ്റെ കൂടെ ചിലവഴിക്കണം എന്നുള്ള ചിന്തയാണ് ഗ്രാൻഡ്മയ്ക്കുള്ളത്. സോ ഷീ ഈസ് ഹാപ്പി ആൻഡ് ഷീ ഈസ് റെഡി ടു ഗോ. ഷീ വാസ് മോർ ദാൻ റെഡി ടു മേക്ക് ദ ജേർണി. അപ്പോൾ അവൾക്ക് റെഡിയാണ് ആ ജേർണി, ആ യാത്ര പോകാൻ. ഷീ ഈസ് റെഡി. വൈൽ വി ആർ ഇൻ മസൂറി വി വിൽ ഗെറ്റ് സം സീഡ്സ് ആൻഡ് ബൾബ്സ്. അന്നേരം ഗ്രാൻഡ്മ പറയാണ്, നമ്മൾ മസൂറിയിൽ എത്തുമ്പം നമുക്ക് കുറച്ച് സീഡ്സ്, വിത്തുകൾ വാങ്ങണം. ചെടി എന്തെങ്കിലും നടുന്നത്, പച്ചക്കറി നടുന്നതിൻ്റെയോ അതിൻ്റെയൊക്കെ വിത്തുകൾ വാങ്ങണം. ആൻഡ് ബൾബ്, കുറച്ച് ബൾബ്സ് വാങ്ങണം. ആൻഡ് എ ന്യൂ ബെൽ ഫോർ വൈറ്റ് കൗ. നമ്മളുടെ ആ വെള്ള പശുവിന് ഒരു പുതിയ ബെല്ലും കൂടി വാങ്ങണം. മണി കെട്ടൂലേ പശുക്കളുടെയൊക്കെ കഴുത്തിലെ, അതും വാങ്ങണം. ആൻഡ് എ പുൾ ഓവർ ഫോർ യുവർ ഫാദർ ആൻഡ് ഷൂസ് ഫോർ യു. മണിയുടെ അച്ഛന് ഒരു പുള്ളോവറും, പുള്ളോവർ എന്ന് പറഞ്ഞാൽ കമ്പിളിക്കുപ്പായം, സ്വെറ്റർ. ആൻഡ് ഷൂസ് ഫോർ യു, നിനക്കൊരു ഷൂസും വാങ്ങണം. നൗ ജസ്റ്റ് എ മിനിറ്റ് സെഡ് മണീസ് ഫാദർ. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് മണിയുടെ അച്ഛൻ പറയണ, ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്?
അപ്പോൾ മണിയുടെ അച്ഛൻ ചോദിക്കുകയാണ്, നിങ്ങൾ വല്ല ഷോപ്പിങ്ങിനുമാണോ പോകുന്നത് അതോ കണ്ണ് കാണിക്കാനാണോ പോകുന്നത്? ഐ ഹാവ് ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ. ചിലവാക്കാനായിട്ട് എൻ്റെ കയ്യിൽ ആകെ 100 രൂപയേ ഉള്ളൂ. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മാനേജ് ചെയ്തോണം. വി വിൽ മാനേജ് സെറ്റ് മണി. അപ്പം മണി പറഞ്ഞു, ഓക്കെ ഞങ്ങൾ അതുകൊണ്ട് മാനേജ് ചെയ്തോളാം. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. അപ്പം ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ കിടന്നോളാം. നോ വി വോണ്ട് സെറ്റ് ഗ്രാനി. ഇല്ലില്ല, അങ്ങനെയൊന്നും പറ്റില്ല, ബസ് ഷെൽട്ടറിലൊന്നും കിടക്കാൻ പറ്റില്ല. ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ. എൻ്റേതായി ഒരു 50 രൂപയും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. വി വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ. നമ്മളൊരു ഹോട്ടലിൽ താമസിക്കും എന്ന് ഗ്രാനി പറയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ച് അവർ ഉറങ്ങാൻ കിടന്നു. ഏർലി നെക്സ്റ്റ് മോർണിംഗ്, രാവിലെ, ഇൻ എ ലൈറ്റ് ഡ്രിസിൽ ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു 9. ലൈറ്റ് ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ ചെറുതായി ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ഗ്രാനിയും മണിയും കൂടി 9ലേക്കുള്ള വഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടന്നു. 9ലേക്കാണ് ആദ്യം പോകേണ്ടത്. അവിടെ നിന്നാണ് മസൂറിയിലേക്കുള്ള ബസ് കിട്ടുക. മണി ക്യാരീഡ് എ സ്മോൾ ബെഡിംഗ് റോൾ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ സാധിക്കും, ഒരു ബെഡിംഗ് റോൾ ഉണ്ട്. ഗ്രാനി ക്യാരീഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ് ആൻഡ് ആൻ അംബ്രല്ല. ഗ്രാനിയുടെ കയ്യിൽ എന്താ ഉള്ളത്? വലിയൊരു ഷോപ്പിംഗ് ബാഗ് ഉണ്ട്, വലിയൊരു കവറുണ്ട്, ആൻഡ് ആൻ അംബ്രല്ല, ഒരു അംബ്രല്ലയും ഉണ്ട്. വെനെവർ യു ഫീൽ ടയേർഡ് വി വിൽ ടേക്ക് റെസ്റ്റ് സെഡ് മണി. അപ്പോൾ മണി പറയാണ്, നിങ്ങൾക്ക് ക്ഷീണം തോന്നുമ്പോൾ ഒക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാം എന്ന് പറയാണ്. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട് സെഡ് ഗ്രാനി. ഗ്രാനി അന്നേരം പറയാണ്, നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയതേ ഉള്ളൂ, അന്നേരത്തേക്കും റെസ്റ്റ് എടുക്കാനൊക്കെയാണോ നീ പറയുന്നത്? വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. നിനക്ക് വിശക്കുമ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാം. ദി വാക്ക്ഡ് അറ്റ് ഇറ്റ് സ്റ്റഡി പേസ്. അവർ സ്ഥിരമായ വേഗതയിൽ നടന്നു. വിതൗട്ട് ടോക്കിംഗ് ടു മച്ച്, അധികമൊന്നും സംസാരിക്കാതെ. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ്, തത്തകളുടെ ഒരു കൂട്ടം, വേൾഡ് ഓവർ ഹെഡ്, തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ അഗെയിൻസ്റ്റ് ദ സോംപർ സ്കൈ. സോംപർ സ്കൈ എന്ന് പറഞ്ഞാൽ ശാന്തമായ ആകാശത്ത് ഇങ്ങനെ ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. റെഡ് അവരുടെ ബീക്സിൻ്റെ കളറാണ് അല്ലേ, കൊക്കിൻ്റെ കളറ് റെഡാണ്, ഫെദേഴ്സിൻ്റെ കളറ് ഗ്രീനാണ്. അപ്പോൾ ഒരു ഫ്ലാഷസ് ഓഫ് ഗ്രീൻ ആൻഡ് റെഡ് കളറ് ആ ശാന്തമായ ആകാശത്ത് ഇങ്ങനെ തങ്ങി നിന്നു. ദർ വെർ നോ അതർ സൗണ്ട്സ്. വേറെ സൗണ്ട്സ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എക്സെപ്റ്റ് ഫോർ ദ ഹിസ് ആൻഡ് ജെൻറ്റൽ പാറ്റർ ഓഫ് ദ റെയിൻ. ചെറിയ ഹിസ് സൗണ്ടും പാറ്റർ ഓഫ് ദ റെയിൻ, മഴ ഇങ്ങനെ ചാറി പെയ്യാണ് ചെറുതായിട്ട്, വലിയ പെരുമഴയല്ല, ചാറി പെയ്യുമ്പം ആ ഒരു സൗണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മണി സ്റ്റോപ്ഡ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. ഒരു കുറ്റിച്ചെടിയിൽ നിന്നും ബ്ലാക്ക്ബെറീസ് പറിക്കാനായിട്ട് മണി ഒന്ന് വഴി സൈഡിൽ നിന്നു. നമ്മളൊക്കെ അങ്ങനെയല്ലേ, വഴിയിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് തട്ടിമുട്ടി അല്ലെങ്കിൽ പറിച്ചിട്ടൊക്കെ പോവുള്ളൂ അല്ലേ. ഗ്രാനി വാസ് ഇൻ ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. അപ്പം ഗ്രാനിക്ക് ബ്ലാക്ക്ബെറീസ് ഒന്നും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നോട്ട് ലൈക്ക്, ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. അവളുടെ സ്പീഡ്, ആ സ്ഥിരവേഗത അത് നിർത്തിയില്ല. സ്ലാക്കൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ലോ ചെയ്തില്ല. അതേ സ്പീഡിൽ തന്നെ ഗ്രാനി നടക്കുകയാണ്. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. അപ്പോൾ ഗ്രാനി അങ്ങ് നടന്നു പോയതുകൊണ്ട് തന്നെ മണി കുറച്ച് ബാക്കിലായി. മണി ഓടിച്ചെല്ലേണ്ടതായിട്ട് വന്നു അവളുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട്. സൂൺ ഹിസ് ലിപ്സ് വെർ പേർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. അപ്പോൾ ബെറീസൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുണ്ടും നാവും എല്ലാം പേർപ്പിൾ കളറാവും അല്ലേ. അപ്പോൾ മണിയുടെ ചുണ്ടും നാവും എല്ലാം പേർപ്പിൾ കളറായി മാറി. ദ റെയിൻ സ്റ്റോപ്ഡ് അറ്റ് ദ സൺ കെയിം ഔട്ട്. അപ്പം സൂര്യൻ ഉദിച്ചപ്പോഴത്തേനും എന്ത് സംഭവിച്ചു? റെയിൻ എല്ലാം മാറി. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ദ ഹിൽസ് വെർ ബാത്ത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. മണി റാൻ അഹെഡ്. ഒരു സൈഡിൽ തിക്ക് ഗ്രീൻ ഫോറസ്റ്റ് ആണ്, നല്ല ഡാർക്കായിട്ടുള്ള ഗ്രീൻ ഫോറസ്റ്റും, മറു സൈഡിൽ ഇളം പച്ച നിറത്തിലുള്ള ഫീൽഡുമാണ്, വയൽ അല്ലേ, പച്ചപ്പ് നിറഞ്ഞ വയൽ, ഇളം പച്ചപ്പാണ്. ആൻഡ് ദ ഹിൽസ് വെർ ബാത്ത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. നല്ല സൂര്യൻ്റെ സ്വർണ്ണ നിറമുള്ള പ്രകാശത്താൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന ഹിൽസ്, കുന്നുകളാണ് അവിടെ ഉള്ളത്. മണി റാൻ അഹെഡ്. മണി ഇങ്ങനെ ഓടിപ്പോയി. ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി ഹി കോൾഡ്. എല്ലാം കാണാമല്ലോ അല്ലേ ഗ്രാനി, അവൾ ചോദിക്കുകയാണ്. ഐ ക്യാൻ സീ ദ പാത്ത്. എനിക്ക് വഴി കാണാം. ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്. എനിക്ക് നിൻ്റെ വൈറ്റ് ഷർട്ട് കാണാം.
ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. എപ്പോഴത്തേക്ക് അത്രയേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്ന് ഗ്രാനി പറയാണ്. ഗ്രാനി ആൻഡ് മണി എയ്റ്റ് ദെയർ ലൈറ്റ് മീൽ ഓൺ ദ റോഡ് സൈഡ്. റോഡ് സൈഡിൽ ഇരുന്നിട്ട് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം അവർ കഴിച്ചു. ഇൻ ദ ഷെയ്ഡ് ഓഫ് എ വിസ്പറിംഗ് പൈൻ ആൻഡ് ഡ്രാങ്ക് ഫ്രം എ സ്പ്രിങ്. അപ്പോൾ അവരെവിടെ ഇരുന്നത്? ഒരു പൈൻ മരത്തിൻ്റെ ചോട്ടിലായിരുന്നത്, തണലിൽ. ഇൻ ദ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ തണലിൽ. ഓഫ് എ വിസ്പറിങ് പൈൻ ഇങ്ങനെ കാറ്റിൽ ഇളകുമ്പോൾ അതിങ്ങനെ വിസ്പർ ചെയ്യും, മന്ത്രിക്കും. അതിൻ്റെ ഒരു മർമ്മര ശബ്ദം, അതാണ് വിസ്പറിങ് പൈൻ എന്ന് പറഞ്ഞത്. ആൻഡ് ഡ്രാങ്ക് ഫ്രം എ സ്പ്രിങ്, ഒരു അരുവിയിൽ നിന്നും. സ്പ്രിങ് എന്ന് പറഞ്ഞാൽ അരുവിയിൽ നിന്നും അവർ വെള്ളം കുടിച്ചു. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വെർ ഡയറക്ട്ലി എബവ് 9. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും അവർ 9ൻ്റെ ഏകദേശം മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. വി ആർ ഓൾമോസ്റ്റ് ദെയർ സെഡ് മണി പറഞ്ഞു, നമ്മൾ ഏകദേശം അടുത്തെത്താനായി. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. അങ്കിളിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ടെമ്പിൾ എനിക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ അവർക്കൊരു അങ്കിളിൻ്റെ വീടുണ്ട്. ഐ കാൻ സീ എ തിങ് സെഡ് ഗ്രാനി പറഞ്ഞു, എനിക്ക് ഒരു കാര്യവും കാണാൻ സാധിക്കുന്നില്ല. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. ദർ ഈസ് എ തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. അപ്പോൾ മണി പറയാണ്, അത് മൂടൽമഞ്ഞ് കാരണമാണ് കാണാൻ സാധിക്കാത്തത്. താഴ്വരയിൽ നിന്നും വാലിയിൽ നിന്നും നല്ല തിക്കായിട്ടുള്ള മിസ്റ്റ് വരുന്നുണ്ട്, മൂടൽമഞ്ഞ് വരുന്നുണ്ട്. നിങ്ങളിങ്ങനെ ചുരത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പം യാത്ര ചെയ്യുമ്പം മൂടൽമഞ്ഞ് ഉണ്ടാവും, ഫോഗ് ഉണ്ടാവും. ഇറ്റ് ബിഗാൻ റെയിനിങ് ഹെവിലി ആസ് ദേ എൻറ്റേർഡ് ദ സ്മോൾ മാർക്കറ്റ് ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. അപ്പം പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി, അത്യാവശ്യം നല്ല ശക്തിയിൽ തന്നെ. റെയിനിങ് ഹെവിലി, ശക്തിയിൽ മഴ പെയ്യാൻ തുടങ്ങി. ആസ് ദേ എൻറ്റേർഡ് ദ സ്മോൾ മാർക്കറ്റ്, ചെറിയൊരു മാർക്കറ്റിലേക്ക് അവർ കടന്നപ്പോൾ തന്നെ. ഓൺ ദ ബാങ്ക്സ് ഓഫ് ദി റിവർ, ആ മാർക്കറ്റ് എവിടെയാണുള്ളത്? ഓൺ ദ ബാങ്ക്സ് ഓഫ് ദി റിവർ, ഒരു നദിയുടെ തീരത്താണ് ആ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് അവർ എത്തിയപ്പോഴത്തേനും മഴ പെയ്യാൻ തുടങ്ങി. ഗ്രാനീസ് അംബ്രല്ല വാസ് ലീക്കിംഗ് ബാഡ്ലി. ഗ്രാനിക്ക് അംബ്രല്ല ഉണ്ടായിരുന്നു, പക്ഷേ അത് നല്ല പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മഴവെള്ളം ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു, ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ദേ വെർ സൂൺ ഡ്രൈയിങ് ദംസെൽസ് ഇൻ അങ്കിൾസ് ഹൗസ്. പെട്ടെന്ന് തന്നെ അവർ അങ്കിളിൻ്റെ വീട്ടിൽ പോയിട്ട് അവരതെല്ലാം ഉണക്കിയെടുത്തു, ഓക്കെ ആയി. ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസ് ഓഫ് എ ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ, നല്ല ചൂടുള്ള പാൽച്ചായയൊക്കെ കുടിച്ചു. Mani got up early the next morning and ran down the narrow street to bath in the river. അന്ന് രാത്രി മണിയും ഗ്രാൻമയും അങ്കിളിൻ്റെ വീട്ടിലാണ് കിടന്നത്. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് മണി തൊട്ടടുത്ത് കണ്ട റിവറിൽ പോയിട്ട് ബാത്ത് ചെയ്തു, കുളിച്ചു. നാരോ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇടുങ്ങിയ ഒരു തെരുവിലൂടെ. ആസ് മണി ഡ്രസ്ഡ് ഹി ഹേർഡ് ദ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ. ബ്ലെയർ എന്ന് പറഞ്ഞാൽ എന്താ? ആക്രോശിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇപ്പം ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ശബ്ദത്തോടെയുള്ള ബസ്സിൻ്റെ ഹോണടി വലിയ ശബ്ദത്തോടെ കേട്ടു. ദർ വാസ് ഓൺലി വൺ ബസ് ടു മസൂറി. അപ്പോൾ മസൂറിയിലേക്ക് ഒരു ബസ്സേ ഉള്ളൂ. ഹി സ്കാമ്പേർഡ് അപ്പ് ദ സ്ലോപ്പ്. അവനിങ്ങനെ ചീറിപ്പാഞ്ഞു, ആ സ്ലോപ്പിലൂടെ, ആ ചെരുവിലൂടെ ചീറിപ്പാഞ്ഞു, അത്രയ്ക്ക് നല്ല സ്പീഡിലോടി. വണ്ടറിങ് ഇഫ് ദേ വുഡ് മിസ് ഇറ്റ്. ദേ അപ്പോസ്ട്രഫി ഡി ആണ്. അപ്പോൾ ദേ വുഡാണ് ഇവിടെ വരുന്നത്. ദേ വുഡ് മിസ് ഇറ്റ്. അപ്പോൾ എങ്ങാനും ഇത് മിസ്സായിട്ടുണ്ടെങ്കിലോ. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. പക്ഷെ ഗ്രാനി ഇവനേക്കാളും മുന്നേ എത്തിയായിരുന്നു അല്ലേ? ബസ് സ്റ്റോപ്പിൽ ഇവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദെയർ ടിക്കറ്റ്സ്. ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ വാങ്ങിയായിരുന്നു. ദ ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി. ബസ് എങ്ങനെയുള്ള ബസ്സായിരുന്നു? പഴയ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് വീഴാനായ ഒരു ബസ്സായിരുന്നു അവർക്ക് മസൂറിയിലേക്ക് പോകാനായിട്ട് കിട്ടിയത്. ആൻഡ് റാറ്റിൽഡ് സോ മച്ച് ദാറ്റ് ദ പാസഞ്ചേഴ്സ് കുഡ് ബാർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. റാറ്റിൽഡ് സോ മച്ച് എന്ന് പറഞ്ഞാൽ വളരെ ശബ്ദമുണ്ടാക്കിയിരുന്നു ആ ബസ്. എൻജിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും വളരെയധികം ശബ്ദം, അത്രയും പഴയതല്ലേ, അപ്പോൾ ഒരുപാട് ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. പാസഞ്ചേഴ്സ് കുഡ് ബാർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പാസഞ്ചേഴ്സ്, ആ ബസ്സിലെ യാത്രക്കാർ സംസാരിക്കുമ്പം കഷ്ടിച്ച് കേൾക്കാനേ പറ്റുണ്ടായിരുന്നുള്ളൂ. ബാർലി എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് കേൾക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ദ ഡ്രൈവർ ഡ്രോവ് അറ്റ് സം സ്പീഡ്. കുറച്ചധികം സ്പീഡിൽ തന്നെയാണ് ഡ്രൈവർ വണ്ടി ഓടിച്ചത്. ഡ്രോവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈവിൻ്റെ പാസ്റ്റ് ആണ്, പാസ്റ്റ് ടെൻസ്, V2 ഫോമാണ്. ആൻഡ് വെനവർ ഹി വെൻറ്റ് റൗണ്ട് എ ബെൻഡ്, ഓരോ വളവ് തിരിയുമ്പോഴും എവ്രി വൺ ഇൻ ദ ബസ് വാസ് ത്രോൺ എബൌട്ട്. ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ആ വളവിനനുസരിച്ച് ഇങ്ങനെ തിരിഞ്ഞു വരികയായിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ, ഇത്രയും ശബ്ദവും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഗ്രാനി ഫെൽ അസ്ലീപ്പ്. നമ്മുടെ ഗ്രാനി ഉറങ്ങിപ്പോയി. ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. മണിയുടെ ഷോൾഡറിൽ തല ഇങ്ങനെ ചായ്ച്ചു വെച്ചുകൊണ്ടാണ് ഗ്രാനി കിടന്നുറങ്ങിയത്.
സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹാൾട്ട്. പെട്ടെന്ന് ബസ് ഒരു മുരൾച്ചയോടുകൂടി നിന്നു. പീപ്പിൾ വെർ ത്രോൺ ഫോർവേഡ് ഇൻ ദെയർ സീറ്റ്സ്. പെട്ടെന്ന് ബസ് നിൽക്കുമ്പം പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മളെല്ലാം മുന്നോട്ടായോ അല്ലേ, അതുപോലെ ആ പാസഞ്ചേഴ്സും മുന്നോട്ടാഞ്ഞു. വാട്ട്സ് ഹാപ്പനിങ് ഗ്രാനി ആസ്ഡ്. എന്താ സംഭവിക്കുന്നേ? ഗ്രാനി ചോദിച്ചു. ഹാവ് വി അറൈവ്ഡ്? നമ്മൾ എത്തിച്ചേർന്നോ എന്ന് ചോദിക്കുകയാണ്. നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ് സെഡ് മണി. അപ്പം മണി പറഞ്ഞു, ഇല്ല നമ്മൾ എത്തിയിട്ടില്ല, എന്തോ ഒന്ന് റോഡിൽ കിടപ്പുണ്ട്, റോഡ് ബ്ലോക്കാണ്. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എക്സ്ക്ലെയിംഡ് സംവൺ. ആരോ പറഞ്ഞു ഇതൊരു ലാൻഡ് സ്ലൈഡാണ്. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉരുൾപൊട്ടൽ. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഈ കേൾക്കുന്ന ഒരു വാക്കാണല്ലേ ലാൻഡ് സ്ലൈഡ് എന്നുള്ളത്. ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. അപ്പോൾ എല്ലാ പാസഞ്ചേഴ്സും വിൻഡോസിൻ്റെ പുറത്തേക്ക് തലയിട്ട് നോക്കി, ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. വലിയൊരു ലാൻഡ് സ്ലൈഡാണ് അവിടെ സംഭവിച്ചത്. എർത്ത്, ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ഗിവൺ വേ ആൻഡ് കം ക്രാഷിംഗ് ഡൗൺ, കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. അപ്പം ഭൂമിയിലെ മരങ്ങളും ബുഷസ്, ചെടികളുമെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഒഴുകി വരികയാണ്. ക്രാഷിംഗ് ഡൗൺ, അതിങ്ങനെ താഴേക്ക് പതിക്കുകയാണ്. കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്, റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തു. നോർ വാസ് ഇറ്റ് ഓവർ എറ്റ്. ഇത് ഇതുവരെ അവസാനിച്ചിട്ടില്ല, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണും മരങ്ങളും ബുഷസും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെബ്രി വാസ് സ്റ്റിൽ ഫോളിങ്. ഡെബ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഡെബ്രി എന്നാണ് കേട്ടോ വായിക്കുക. ഡെബ്രി എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ. ഓരോ അവശിഷ്ടങ്ങൾ മരത്തിൻ്റെയും പുല്ലിൻ്റെയും കുറ്റിച്ചെടികളുടെയും പാറക്കഷ്ണങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വാസ് സ്റ്റിൽ ഫോളിങ്, അതിങ്ങനെ താഴേക്ക് നിലം പതിച്ചുകൊണ്ടിരിക്കുകയാണ്. മണി സോ റോക്സ് ഹർഡ്ലിംഗ് ഡൗൺ ദ ഹിൽ ആൻഡ് ഇൻ ടു ദ വാട്ടർ. മണി കണ്ടു, എന്താ കണ്ടേ? പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ നിലം പതിക്കുന്നത്. നിലം പതിച്ച് എവിടേക്കാണ്? റിവറിലേക്ക് ഒഴുകി ഇറങ്ങിപ്പോകുന്നത്. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ് ഒബ്സർവ്ഡ് ഗ്രാനി ഹു കുഡിൻറ്റ് സീ എ തിങ്. അപ്പോൾ ഗ്രാനി ഇതൊന്നും കണ്ടില്ല. ഇങ്ങനെ പാറക്കഷ്ണങ്ങൾ ഒലിച്ചു വരുന്നതും ട്രീസ് ഒലിച്ചു വരുന്നതും ഒന്നും ഗ്രാനി കണ്ടില്ല. ഗ്രാനി ആകെ കണ്ടത് എന്താ? ഇതൊരു ബസ് സ്റ്റോപ്പിൻ്റെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള അനുയോജ്യമായ ഒരു പ്ലേസ് അല്ലല്ലോ എന്ന് ഗ്രാനി ഒബ്സർവ് ചെയ്തു. ഗ്രാനി കണ്ടുപിടിച്ചു. Even as she spoke, a shower of stones and small rocks came clattering down on the roof of the bus. ഗ്രാനി സംസാരിച്ചപ്പോഴത്തേനും എ ഷവർ ഓഫ് സ്റ്റോൺസ്, കുറച്ച് കല്ലുകളും പിന്നെന്താ സ്മോൾ റോക്സും പാറക്കഷ്ണങ്ങളും എല്ലാം കൂടി വലിയൊരു ശബ്ദത്തോടെ ബസ്സിൻ്റെ റൂഫിലേക്ക് വന്ന് പതിച്ചു. താഴേക്ക് വലിയ ശബ്ദത്തോടെ വന്ന് പതിച്ചു. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. പാസഞ്ചേഴ്സ് പെട്ടെന്ന് തന്നെ ക്രൈഡ്, കരഞ്ഞു. ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിങ് ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. പിന്നെയും റോക്സ്, പാറക്കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ താഴേക്ക് നിലം പതിക്കുന്നത് കണ്ടപ്പോഴത്തേനും ഡ്രൈവർ എന്ത് ചെയ്തു? വണ്ടി പുറകോട്ടെടുത്തു, റിവേഴ്സ് എടുത്തു. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെഡ് ഗ്രാനി. ഗ്രാനി പറഞ്ഞു, എനിക്ക് മോട്ടോർ റോഡ്സിൽ തീരെ വിശ്വാസമില്ല. കാരണം എന്തായിരിക്കാം? കൂടുതലും അപകടങ്ങൾ നടക്കുന്നത് ഈ റോട്ടിലാണ് അല്ലേ. ബോട്ടിലും കപ്പലിലൂടെയൊക്കെയുള്ള യാത്ര കുറച്ചുകൂടി സേഫാണ് എന്നാണ് ഗ്രാനി പറയുന്നത്. The driver kept backing until they were well away from the landslide. ലാൻഡ്സ്ലൈഡ് ഉണ്ടായ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരത്തേക്ക് എത്തുന്നത് വരെ ഡ്രൈവർ വണ്ടി പുറകോട്ട് എടുത്തുകൊണ്ടിരുന്നു. Then everyone tumbled out of the bus. എന്നിട്ട് എല്ലാവരും അവിടെ ബസ് നിർത്തിയപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്നും ചാടി ഇറങ്ങി. They could tell it would take days to clear the road. അപ്പം അതിലുണ്ടായിരുന്ന കുറച്ച് പാസഞ്ചേഴ്സൊക്കെ പറഞ്ഞു, എന്താണ്, ഒരുപാട് ദിവസം എടുക്കും എന്തായാലും റോഡൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു 9 വിത്ത് ദ ബസ്. അതിൽ കൂടുതൽ പാസഞ്ചേഴ്സും തിരിച്ച് 9ലേക്ക് തന്നെ സെയിം ബസ്സിന് പോകാമെന്നുള്ള തീരുമാനത്തിലാണ് എത്തിയത്. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് എഗ്രി ടു വാക്ക് ടു മസൂറി. പക്ഷെ കുറച്ച് ധൈര്യശാലികൾ എന്ത് ചെയ്തു? വാക്ക് ചെയ്തു പോകാം, നടന്നു പോകാം, എവിടേക്ക്? മസൂറിയിലേക്ക് നടന്നു പോകാം എന്നുള്ള തീരുമാനത്തിലെത്തി. ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടൻ വിച്ച് വുഡ് ബൈപ്പാസ് ദ ലാൻഡ് സ്ലൈഡ്. അപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്തുകൂടെ പോകാതെ ഒരു ഷോർട്ട് കട്ടിലൂടെ, മൗണ്ടൻ്റെ മേലെ കൂടെ ഷോർട്ട് കട്ടിലൂടെ മസൂറിയിൽ എത്താം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. ഷാൽ വി ഗോ ബാക്ക്? അപ്പം മണി ഗ്രാനീനെ നോക്കിയിട്ട് ചോദിച്ചു, നമുക്ക് തിരിച്ചു പോയാലോ?
ഇറ്റ്സ് ഓൺലി 10 miles സെഡ് ഗ്രാനി. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. ആകെ 10 മൈൽ ദൂരമേ ഉള്ളൂ. നമ്മളാണെങ്കിൽ ഓൾറെഡി ഇന്നലെ 10 മൈൽ ദൂരം താണ്ടിയാണ് നൈനിലേക്ക് എത്തിയത്, നമ്മുടെ വീട്ടിൽ നിന്ന് അവിടേക്ക് എത്തിയത്. സോ ഇനി ഒരു 10 മൈൽ ദൂരം കൂടി പോകുന്നതാണ് ഉചിതം. സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിങ് എ നാരോ പാത്ത്. അവരതുകൊണ്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിങ് എ നാരോ പാത്ത്. ഒരു ഇടുങ്ങിയ വഴിയിലൂടെ അവരിങ്ങനെ കയറുകയാണ്. ആൻഡ് ബൈ ദ ടൈം ദേ ഗോട്ട് ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ ഗ്രാനി ആൻഡ് മണി വെർ ഓൺ ദെയർ ഓൺ. അപ്പോൾ അവർ മൗണ്ടൻ്റെ മേലെ എത്തിയപ്പോഴത്തേനും ഗ്രാനിയും മണിയും ഒറ്റയ്ക്കായി. മറ്റു പാസഞ്ചേഴ്സ് എല്ലാം അവരെ കടന്നു പോവുകയോ അല്ലെങ്കിൽ പുറകിലാവുകയോ എന്തോ ചെയ്തു. സോ ഗ്രാനിയും മണിയും ഒറ്റയ്ക്കായിപ്പോയി. ദർ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദ റേഞ്ച് ടു ദ നോർത്ത്. അപ്പം മൗണ്ടൻ്റെ ഒരു സൈഡിലാണ് ഇവരുടെ വില്ലേജ്. ആ വില്ലേജ് ഒന്നും കാണാൻ സാധിക്കാതെയായി. ഫാർ ബിലോ റഷ്ഡ് ദ റിവർ. അങ്ങ് താഴെ ഒരു റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഫാർ എബവ് സർക്കിൾഡ് എ ഗോൾഡൻ ഈഗിൾ. ഒരു ഈഗിൾ ഇങ്ങനെ ചുറ്റി പറക്കുന്നുണ്ട്. ഇരയെ തേടി ഇങ്ങനെ ഒരു ഈഗിള് ചുറ്റി പറക്കുന്നുണ്ട്. അപ്പം മണി ചോദിക്കുകയാണ്, ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ്? അങ്കിളിൻ്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. നാച്ചുറലി സെഡ് ഗ്രാനി, ഐ ന്യൂ യു വുഡ് സൂൺ ബി ഹംഗ്രി. എനിക്കറിയായിരുന്നു നിനക്ക് പെട്ടെന്ന് വിശക്കുമായിരുന്നു എന്ന്. ദർ ആർ പക്കോടാസ് ആൻഡ് ബൺസ്. പക്കോടയും ബന്നും ഉണ്ട്. ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. അങ്കിളിൻ്റെ ഗാർഡനിൽ നിന്നും കുറച്ച് പീച്ചും കൂടി പറിച്ചിരുന്നു, അതും കഴിക്കാം എന്ന് പറഞ്ഞു. ഗുഡ് സെഡ് മണി. ഓ അടിപൊളി എന്ന് പറഞ്ഞു. ഫോർഗെറ്റിംഗ് ഹിസ് ടയർഡ്നെസ്, വിൽ ഈറ്റ് ആസ് വി ഗോ എലോങ്, വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. അപ്പോൾ കഴിക്കാൻ സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പം മണിക്ക് ഉഷാറായി. മണി ടയർഡ്നെസ് എല്ലാം മറന്നുപോയി. വി വിൽ ഈറ്റ് ആസ് വി ഗോ എലോങ്. അപ്പോൾ അതെ, പോകുന്തോറും മുന്നോട്ട് പോകുന്തോറും നമുക്ക് കഴിക്കാം. വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. ഗ്രാനി ടയേർഡ് ആവുമ്പോൾ നമുക്ക് നിർത്താം, എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമുക്ക് കഴിക്കാം എന്ന് മണി പറയാണ്. ഓ ഐ ക്യാൻ വാക്ക് ഫോർ എവർ സെഡ് ഗ്രാനി ലാഫിങ്. ഗ്രാനി അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് എത്ര വേണമെങ്കിലും നടക്കാം എന്ന് പറഞ്ഞു. 70 വയസ്സായല്ലേ ഗ്രാനിക്ക്. ഗ്രാനി നല്ല എനർജറ്റിക് ആണ്. ബട്ട് നോട്ട് ഇഫ് ഇറ്റ് ഈസ് റെയിനിങ്, ദിസ് അംബ്രല്ല ലീക്സ് ബാഡ്ലി. അപ്പോൾ പറയുകയാണ്, മഴ പെയ്താൽ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ദിസ് അംബ്രല്ല ലീക്സ് ബാഡ്ലി. ഈ കുടയാണെങ്കിൽ ഭയങ്കരമായിട്ടും ചോരുന്നുണ്ട് എന്ന് പറയുകയാണ്. ഡൗൺ എഗെയിൻ ദേ വെൻറ്റ് ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടൻ. അവർ പിന്നെയും മുന്നോട്ട് നടന്നു, പിന്നെയും ഒരു മല കൂടി കയറി. ആൻഡ് ഓവർ ബെയർ വിൻ സ്വെപ്റ്റ് ഹിൽ സൈഡ്സ്. ഒരു കുന്നുകളിലൂടെ, തണുത്ത കാറ്റൊക്കെ വീശുന്ന കുന്നുകളുടെ സൈഡിലൂടെ അവർ നടന്നു. ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റ്. ഭയങ്കര ഡാർക്കായിട്ടുള്ള ഗ്ലൂമി ആയിട്ടുള്ള ഒരു ഡിയോഡർ ഫോറസ്റ്റിലൂടെ അവർ നടന്നു. ഡിയോഡർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേവദാരു വൃക്ഷങ്ങളാണ്. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്, അപ്പം ഡാർക്ക് ആയപ്പോഴത്തേനും, സന്ധ്യയായി തുടങ്ങിയപ്പോഴത്തേനും, ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മസൂറി ട്വിങ്ക്ലിംഗ് അഹെഡ് ഓഫ് ദം. അവരുടെ മുന്നിൽ മസൂറിയിലെ ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ പ്രകാശിക്കുന്നത് അവർ കണ്ടു. ആസ് ദേ കെയിം നിയറർ ദ ലൈറ്റ്സ് ഇൻക്രീസ്ഡ്. അവരടുത്തേക്ക് വന്നപ്പോഴത്തേനും ലൈറ്റ്സ് എല്ലാം കൂടി, പ്രകാശം എല്ലാം കൂടി വന്നു. അൻറ്റിൽ പ്രസന്റ്ലി ദേ വർ ഇൻ എ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. പ്രസൻ്റ്ലി അവരെവിടെയാണ്? ഒരു നന്നായി ലൈറ്റൊക്കെയുള്ള നല്ല പ്രകാശമൊക്കെയുള്ള ഒരു ബസാറിലാണ്, ഒരു മാർക്കറ്റിലാണ് അവരുള്ളത്. ജോസൽഡ് ഇൻ ദ ക്രൗഡ്. അപ്പം ജോസൽഡ് എന്ന് പറഞ്ഞാൽ ആടിയൊലയുക. ക്രൗഡ് എന്ന് പറഞ്ഞാൽ നല്ല ജനത്തിരക്കാണ്, ജനങ്ങളൊക്കെ ഒരുപാടുണ്ട്. ജനത്തിരക്കിൽ അങ്ങനെ ആടിയൊലയുമാണ്. അപ്പോൾ ഗ്രാനി എന്ത് ചെയ്തു? ഗ്രാനി കെപ്റ്റ് വൺ ഹാൻഡ് ഫേംലി ഓൺ മണീസ് ഷോൾഡർ. മണിയുടെ ഷോൾഡറിൽ ഗ്രാനിയുടെ ഒരു കൈ വെച്ചു. ഫേംലി, നല്ല മുറുക്കത്തിൽ ഇങ്ങനെ പിടിച്ചു. സോ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ലൂസ് ഹിം. ഇല്ലെങ്കിൽ ജനത്തിരക്കിൽ എങ്ങാനും നഷ്ടമായാലോ. സോ ഷീ ഫേംലി ഹെൽഡ് ഹിസ് ഹാൻഡ്, ഹർ ഹാൻഡ് ഓൺ മണീസ് ഷോൾഡർ. മണിയുടെ ഷോൾഡറിൽ അവളുടെ കൈ ഇങ്ങനെ മുറുക്കെ പിടിച്ചു. ദേ ആസ്ഡ് അറൗണ്ട് ഫോർ ദി ചീപ്പസ്റ്റ് ഹോട്ടൽ. അത്യാവശ്യം വില കുറഞ്ഞ, റേറ്റൊക്കെ കുറഞ്ഞ ഒരു ഹോട്ടൽ അന്വേഷിച്ചു. ബട്ട് ദർ വർ നോ ചീപ്പ് ഹോട്ടൽസ്. പക്ഷെ അങ്ങനെ ചീപ്പായിട്ടുള്ള ഒരു ഹോട്ടൽസും ഉണ്ടായിരുന്നില്ല. So they spent the night in a ധർമ്മശാല adjoining the temple. ടെമ്പിളിനോട് ചേർന്ന്, അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു ധർമ്മശാലയിൽ അവർ ആ ദിവസം, ആ രാത്രി കഴിച്ചുകൂട്ടി. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ദ ഐ ഹോസ്പിറ്റൽ. പിറ്റേ ദിവസം രാവിലെ ഐ ഹോസ്പിറ്റലിൽ ദേ ജോയിൻഡ് എ ലോങ് ക്യൂ. വലിയ നീണ്ട ഒരു ക്യൂ ഉണ്ടായിരുന്നു. ഓഫ് പേഷ്യൻസ്. എന്താ പേഷ്യൻസ് എന്ന് എഴുതിയിരിക്കുന്നത്? ആദ്യത്തെ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ള എന്നർത്ഥം. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ രോഗികൾ. അപ്പോൾ ക്ഷമയുള്ള രോഗികളാണ്. കാരണം നീണ്ട ക്യൂ നിൽക്കുക ആണല്ലോ. അപ്പോൾ ആ ക്യൂവിൽ ഇവരും ജോയിൻ ചെയ്തു. ദ ഐ സ്പെഷ്യലിസ്റ്റ്
A portly man in a suit and tie dealt with the patients in a brisk but kind manner. ഐ സ്പെഷ്യലിസ്റ്റ് ഒരു പോർട്ട്ലി മാൻ ആയിരുന്നു, ഒരു തടിച്ച മനുഷ്യനായിരുന്നു. ഹി വാസ് വെയറിങ് എ സ്യൂട്ട് ആൻഡ് ടൈ, സ്യൂട്ടും ടൈയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹി വാസ് ഡീലിംഗ് വിത്ത് ദ പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക് ബട്ട് കൈൻഡ് മാനർ. നല്ല ഊർജ്ജസ്വലതയോടുകൂടിയുള്ള ഒരു ഡോക്ടറായിരുന്നു, ദയാലുവായിരുന്നു, നല്ല പോലെയൊക്കെ ആയിരുന്നു പേഷ്യൻസിനോട് പെരുമാറിയിരുന്നത്. ആഫ്റ്റർ ആൻ അവേഴ്സ് വെയിറ്റ്, ഒരു മണിക്കൂറിന് ശേഷം ഗ്രാനിയുടെ ടേണും വന്നു. ഗ്രാനീസ് ടേൺ കെയിം. The doctor took one horrified look at Granny's glasses and dropped them in a waste basket. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡോക്ടർ എന്താ ചെയ്തത്? ഡോക്ടർ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ഒന്ന് കയ്യിലെടുത്ത് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ അതിൽ മൊത്തം സ്ക്രാച്ചസ് ആണല്ലേ, സ്ക്രാച്ചസ് ആൻഡ് സ്പോട്ട്സ് ഉണ്ട്. അദ്ദേഹം ആ ഗ്ലാസ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും വീണ്ടും എടുത്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഡെസ്കിലേക്ക് വെച്ചു. എന്നിട്ട് പറയാണ്, ഓൺ സെക്കൻഡ് തോട്ട്, എനിക്ക് രണ്ടാമതൊരു ചിന്ത വന്നു. ഐ തിങ്ക് ഐ വിൽ സെൻഡ് ദം ടു എ മ്യൂസിയം. ഞാനിത് ഒരു മ്യൂസിയത്തിലേക്ക് അയച്ചാലോ എന്നുള്ള ഒരു തോട്ട് വന്നു എന്ന് പറഞ്ഞ് കളിയാക്കുവാണ് ഗ്രാൻഡ്മേനെ. യു ഷുഡ് ഹാവ് ചേഞ്ച് യുവർ ഗ്ലാസസ് ഇയേഴ്സ് എഗോ. വർഷങ്ങൾക്ക് മുന്നേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്ലാസ് ചേഞ്ച് ചെയ്യാമായിരുന്നു. ദേ ഹാവ് പ്രോബബ്ലി ഡൺ മോർ ഹാം ദാൻ ഗുഡ്. അപ്പം ഇത് നിങ്ങൾക്ക് ദോഷമേ ചെയ്തിട്ടുള്ളൂ, നല്ലതൊന്നും ചെയ്തിട്ടില്ല. ഈ ഗ്ലാസ് മാറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ കണ്ണ് കൂടുതൽ വീക്ക് ആവുകയേ ചെയ്യുള്ളൂ. ഹി എക്സാമിൻഡ് ഗ്രാനീസ് ഐസ് ആൻഡ് സെഡ്. അപ്പം ഗ്രാനിയുടെ കണ്ണ് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, യുവർ ഐസ് ആർ വെരി വീക്കാണ് കണ്ണുകളൊക്കെ. ബട്ട് യു ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അന്ധയൊന്നും ആവില്ല. വി വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ്ങർ പെയർ ഓഫ് ഗ്ലാസസ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പവർ കൂടിയ ഗ്ലാസസ് ഒക്കെ ഫിറ്റ് ചെയ്ത് തരാം. ദെൻ ഹി പ്ലേസ്ഡ് ഹർ ഇൻ ഫ്രണ്ട് ഓഫ് എ ബോർഡ്. ഒരു ബോർഡിൻ്റെ മുന്നിൽ ഗ്രാനിയെ കൊണ്ടിരുത്തി. കവേർഡ് വിത്ത് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള ലെറ്റേഴ്സ് ഉള്ള ഒരു ബോർഡിൻ്റെ മുന്നിലിരുത്തി. ലാർജ് ആൻഡ് സ്മോൾ, വലുതും ഉണ്ടായിരുന്നു ചെറുതും ഉണ്ടായിരുന്നു. ആൻഡ് ആസ്ക്ഡ് ഗ്രാനി ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട്. അപ്പോൾ ഗ്രാനിയോട് ചോദിച്ചു, അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഗ്രാനിയോട് ചോദിച്ചു. നിങ്ങളും കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതുപോലെ ലെറ്റേഴ്സ് ഉണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും. അപ്പം വായിച്ചു നോക്കിയിട്ടുണ്ടാവാം നിങ്ങൾ. അതുപോലെ നമ്മുടെ ഗ്രാനീനെയും കൊണ്ടിരുത്തുകയാണ്. ഐ കാണ്ട് ഈവൻ സീ ദ ബോർഡ്. അപ്പോൾ ഗ്രാനി പറഞ്ഞു, എനിക്ക് ബോർഡ് പോലും കാണാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് അതിലുള്ളതൊക്കെ വായിക്കുന്നത്? വെൽ ക്യാൻ യു സീ മീ ആസ്ക്ഡ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? സം ഓഫ് യു, കുറച്ചൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഗ്രാനി പറഞ്ഞു. ഐ വാണ്ട് യു ടു സീ ഓൾ ഓഫ് മീ. എന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം, സെഡ് ദ ഡോക്ടർ. ഡോക്ടർ പറഞ്ഞു. ആൻഡ് ഹി ബാലൻസ്ഡ് എ വയർ ഫ്രെയിം ഓൺ ഗ്രാനീസ് നോസ് ആൻഡ് ബിഗാൻ ട്രൈങ് ഔട്ട് ഡിഫറെൻറ്റ് ലെൻസസ്. എന്നിട്ടൊരു ഫ്രെയിം വെച്ചു അല്ലേ, കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു ഫ്രെയിം വെച്ചു, എന്നിട്ട് ഓരോരോ ലെൻസ് ഇട്ട് നോക്കുവാണ്. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. പെട്ടെന്ന് തന്നെ ഗ്രാനിക്ക് ലെൻസ് മാറ്റി ഇട്ടപ്പം കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. അപ്പോൾ ബോർഡും കണ്ടു, അതിലുള്ള ബിഗ്ഗസ്റ്റ് വലിയ ലെറ്റേഴ്സും കാണാൻ സാധിച്ചു. ക്യാൻ യു സീ മീ നൗ ആസ്ക്ഡ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പം? മോസ്റ്റ് ഓഫ് യു, കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, സെഡ് ഗ്രാനി. ആൻഡ് ദെൻ ആഡഡ്, ബൈ വേ ഓഫ് ബീയിങ് ഹെൽപ്ഫുൾ ദർ ഈസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. ഡോക്ടർ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ ഗ്രാനി ഒരു നല്ലൊരു വാക്ക് പറയുകയാണ് ഡോക്ടറെ കുറിച്ച്. ദർ ഈസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ഗ്രാനി. താങ്ക് യു സെഡ് ദ ഡോക്ടർ. ഡോക്ടർ താങ്ക് യു ഒക്കെ പറഞ്ഞു. ആൻഡ് നൗ ടേൺ അറൗണ്ട് ആൻഡ് ടെൽ മീ ഇഫ് യു ക്യാൻ സീ യുവർ ഗ്രാൻഡ് സൺ. അപ്പോൾ ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കൂ, ഗ്രാൻഡ് സണ്ണിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഗ്രാനി ടേൺഡ് ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് മണിയെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം മണീനെ ക്ലിയർ ആയിട്ട് കണ്ടു. മണി, ഷീ എക്സ്ക്ലെയിംഡ് ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്. അപ്പം ഡോക്ടറുടെ റൂമിലായിരിക്കുന്നതെന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. മണീനെ അങ്ങനെ കണ്ടപ്പോഴത്തേനും ഭയങ്കരമായിട്ടും അത്ഭുതത്തോടെ സന്തോഷത്തോടെ അവൾ കൈകൊട്ടി മണീനെ വിളിക്കുകയാണ്. ഹൗ നൈസ് യു ലുക്ക്. നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്. ഞാൻ വളർത്തിയ നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്. ഉടനെ എല്ലാ അമ്മമാരും പറയുന്നത് പോലെ തന്നെ പറഞ്ഞു അല്ലേ, നിനക്കൊരു ഹെയർ കട്ടിൻ്റെ ആവശ്യമുണ്ട്, മുടിയൊന്ന് വെട്ടണം. ആൻഡ് വാഷ്, നല്ല പോലെ ഒന്ന് കഴുകുകയും ചെയ്യണം. ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട്. നിൻ്റെ ഷർട്ടിലൊന്നും ബട്ടൺസ് ഇല്ല, അതൊക്കെ മര്യാദയ്ക്ക് ഇടണം. ആൻഡ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്. നല്ലൊരു ഷൂസ് വാങ്ങണം. കം എലോങ് ടു ദ ബസാർ. നമുക്ക് ബസാറിലേക്ക് പോയിട്ട് നമുക്ക് നല്ലൊരു ഷൂസ് വാങ്ങാം.
ഫസ്റ്റ് ഹാവ് യുവർ ന്യൂ ഗ്ലാസസ് മെയ്ഡ് സെഡ് മണി ലാഫിങ്. അപ്പം മണി പറഞ്ഞു ആദ്യം ഗ്ലാസസ് കിട്ടട്ടെ, കണ്ണട കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകാം. ദെൻ വി വിൽ ഗോ ഫോർ ഷോപ്പിംഗ്. എ ഡേ ലേറ്റർ ദേ വർ ഇൻ എ ബസ് അഗെയിൻ. ഒരു ദിവസത്തിന് ശേഷം അവർ വീണ്ടും ബസ്സിൽ കയറി. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ്. ഗ്രാനിക്ക് വിൻഡോ സീറ്റ് ആയിരുന്നു കിട്ടിയത്. ആൻഡ് മണി സാറ്റ് ഡിസൈഡ് ഹെർ. അപ്പം മണി അവളുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്നു. ഹി ഹാഡ് ന്യൂ ഷൂസ് ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബ്രല്ല. അപ്പം മണിക്ക് പുതിയ ഷൂസ് കിട്ടി, ന്യൂ അംബ്രല്ല കിട്ടി ഗ്രാനിക്ക്. ആൻഡ് ദേ ഹാഡ് ഓൾസോ ബോട്ട് എ തിക്ക് വൂൾ ആൻഡ് ടിബറ്റൻ പുൾ ഓവർ ഫോർ മണീസ് ഫാദർ. മണിയുടെ അച്ഛന് വേണ്ടിയിട്ട് നല്ലൊരു സ്വെറ്റർ പുള്ളോവറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് എ കൗബൽ. അപ്പോൾ അവർ ആദ്യം വിചാരിച്ചതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി വിത്തുകളും പിന്നെ ബൾബും പശുക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ബെല്ലും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആസ് ദ ബസ് മൂവ്ഡ് ഓഫ് ഗ്രാനി ലുക്ഡ് ഈഗർലി ഔട്ട് ഓഫ് ദ വിൻഡോ. അപ്പോൾ ബസ് ഇങ്ങനെ മുന്നോട്ട് എടുത്തപ്പോഴത്തേനും ഗ്രാനി വളരെ ആവേശത്തോടു കൂടി പുറത്തേക്ക് നോക്കുകയാണ്, വിൻഡോയുടെ പുറത്തേക്ക് നോക്കി. കാരണം ആദ്യം വന്നപ്പം ഗ്രാനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം ക്ലിയർ ആയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഷീ ഈഗർലി ലുക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. അവൾ പുറത്തേക്ക് നോക്കുകയാണ്. ഷീ കുഡ് സീ മെനി തിങ്സ്. അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിച്ചു. ദറ്റ് ഷീ ഹാഡൻ സീൻ ഫോർ എ ലോങ് ടൈം. ഒരുപാട് നാളത്തേക്ക് കാണാതിരുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? ഡിസ്റ്റൻറ്റ് വില്ലേജസ്, ഗ്രാമങ്ങൾ കണ്ടു. പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ്, വയലിലെ പാടങ്ങളിൽ പണിയെടുക്കുന്ന ആൾക്കാരെ കണ്ടു. മിൽക്ക് മാൻ ഓൺ ദ റോഡ്, പാൽക്കാരൻ, റോഡിലിരിക്കുന്ന പാൽക്കാരനെ കണ്ടു. 2 ഡോഗ്സ് റഷിംഗ് അലോങ് ബിസൈഡ് ദ ബസ്, ബസ്സിൻ്റെ അരികിലൂടെ ഇങ്ങനെ ഓടുന്ന 2 ഡോഗ്സിനെ കണ്ടു. മങ്കീസ് ഇൻ ദ ട്രീസ്, മരത്തിലിരിക്കുന്ന മങ്കീസിനെ കണ്ടു. ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ, എല്ലാത്തിലും ഉപരിയായിട്ട് എന്താ അവളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത്? എ റെയിൻബോ ഇൻ ദ സ്കൈസ്, ആകാശത്ത് ഒരു റെയിൻബോ കണ്ടു. ഷീ കുഡൻ സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. ബട്ട് ഷീ വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്. അപ്പം അവൾക്ക് കാണാൻ കഴിയുന്ന ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് വന്നതിൽ അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ചുകൂടി അധികം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ, അതുകൊണ്ട് അവൾക്ക് സന്തോഷമാണ്. മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ. മണി കുറച്ച് നേരം ഗ്രാൻഡ്മേനെ ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് ഗ്രാൻഡ്മയുടെ ഇങ്ങനെ ഈ ചാറ്റർ, എക്സൈറ്റ്മെൻറ്റോട് കൂടിയുള്ള സംസാരമൊക്കെ മണി കേട്ടിരുന്നു. അപ്പോൾ മണീനോട് കുറേ നാളത്തെ കാര്യങ്ങൾ കാണാതെ ഇരിക്കുവാണല്ലോ, കുറേ നാളുകളായിട്ട് കാണാതെ ഇരിക്കുവാണ് ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ മണീനോട് അത് നോക്കി ഇത് നോക്കുക പറയുമ്പോൾ മണി ഇങ്ങനെ അവളെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുവാണ്. ദെൻ ഹിസ് ഹെഡ് ബിഗാൻ ടു നോഡ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മണിക്ക് ഉറക്കം വരാൻ തുടങ്ങി, തലയൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പോവാൻ തുടങ്ങി. ഇറ്റ് ഡ്രോപ്ഡ് അഗെയിൻസ്റ്റ് ഗ്രാനീസ് ഷോൾഡർ. അപ്പം തല ഇങ്ങനെ ഗ്രാനിയുടെ ഷോൾഡറിലേക്ക് വീണുപോയി. ആൻഡ് റിമെയിൻഡ് ദർ, അവിടെ തന്നെ തല വെച്ച് കംഫർട്ടബിളി സപ്പോർട്ടഡ്. അപ്പം അവിടെ തന്നെ ഗ്രാനിയുടെ ഷോൾഡറിൽ തന്നെ തല വെച്ച് അവൻ കിടന്നുറങ്ങി. The bus swerved and jolted along the winding mountain road, but Mani was fast asleep. അപ്പോൾ ബസ് ഇങ്ങനെ കുലുങ്ങി മറിഞ്ഞും ഒക്കെ ഇങ്ങനെ പോവുകയാണ്. വിൻഡിങ് മൗണ്ടൻ റോഡ്, മലമുകളിലെ കാറ്റൊക്കെ വീശുന്ന റോഡിലൂടെ ഇങ്ങനെ പോവുകയാണ്. നല്ല കുലുങ്ങി ഇങ്ങനെ പോവുകയാണ്. ബട്ട് മണി വാസ് ഫാസ്റ്റ് അസ്ലീപ്പ്. മണി നല്ല ഉറക്കത്തിലായിരുന്നു. ഈ സ്റ്റോറിയുടെ റൈറ്റർ ആരാണ്? റസ്കിൻ ബോണ്ട്. ഹി വാസ് ബോൺ ഇൻ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് ജനിച്ചത്. അദ്ദേഹം നോവൽസും ഷോർട്ട് സ്റ്റോറീസും മെമ്മറീസും ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്കാണ് ദ റൂം ഓൺ ദ റൂഫ്, ആർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡെറ, എ ഫ്ലൈറ്റ് ഓഫ് പീജിയൻസ്, ദ ബ്ലൂ അംബ്രല്ല. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്ക്. ഇദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡും പത്മശ്രീയും പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ഗ്രാൻഡ്മയുടെയും ഗ്രാൻഡ് സണ്ണിൻ്റെയും ആ ഒരു ബോണ്ട്. ഗ്രാൻഡ്മയ്ക്ക് ഒരിക്കലും ഗ്രാൻഡ് സണ്ണിനെ പിരിഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് ഗ്രാൻഡ് സണ്ണിനും ഗ്രാൻഡ്മയുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഗ്രാൻഡ് സൺ. അപ്പം നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണിത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.